ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എന്താ പറയുക, നമുക്ക് പഴയ കാലത്തേക്കൊന്ന് പോയാലോ. പഴയ കാലത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും, പ്രത്യേകിച്ച് പുതിയ തലമുറ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ സംഭവം നമ്മുടെ പഴങ്കഞ്ഞിയാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4-5 ചെറിയ ഉള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചെറിയൊരു കഷ്ണം പുളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിലായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ മിക്സർ ബ്ലെൻഡറിൽ ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലോട്ട് വറ്റൽമുളക് ഒരു 3-4 വറ്റൽമുളക് ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. വറ്റൽമുളക് ഒന്ന് ചുട്ടെടുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ചൊരു 4-5 ലീഫ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ ആദ്യം ചേർത്തത് ഒന്ന് ചതഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ വേറെ കുറച്ച് തേങ്ങ ചേർത്തിട്ട് ചതച്ചെടുക്കുക. പിന്നെ അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടില്ല. പിന്നെ നമ്മുടെ പണ്ടത്തെ കല്ലൊക്കെ ഇല്ലേ, അമ്മിക്കല്ല്, ഞങ്ങൾ കല്ല് എന്ന് പറയും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ചതക്കുന്ന കൂട്ടത്തിൽ 1-2 ടീസ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഒരു ഉള്ളിയുടെ വെള്ളം തന്നെ മതിയാകുന്നുണ്ട്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചട്നി. ഇനി നമുക്ക് മാങ്ങ വെച്ചിട്ടൊരു ഉപ്പിൻ്റെ വെള്ളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ മാങ്ങ ഓരോ പീസ് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഞങ്ങളിതിനെ മാങ്ങാൻ്റെ ഉപ്പിൻ്റെ തണ്ണി എന്നാണ് കേട്ടോ പറയാറുള്ളത്. അത് നല്ല ടേസ്റ്റാണ് നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചതക്കുക. ഓരോ പീസും ഇങ്ങനെ ചതച്ചിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ അവസാനം പച്ചമുളകും കൂടെ ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാങ്ങാൻ്റെ ഇങ്ങനെ ചെറിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എരിവിനനുസരിച്ച് ചെറിയ പച്ചമുളകാണെങ്കിൽ 3 ചേർക്കാം, അല്ലെങ്കിൽ 1-2 മതിയാകും കേട്ടോ. വലിയ പച്ചമുളകൊക്കെ ആണെങ്കിൽ 2 മതിയാകും. അപ്പോൾ ഇതും കൂടെ ചതച്ചിട്ട് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മാങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. വലിയൊരു മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ 1/4 ഭാഗം മാത്രമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നന്നായി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ മാങ്ങ ഉപ്പിൻ്റെ തണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, കാസർഗോഡുകാർ പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ. ഈ ഒരു പുളിയും നമ്മളിതിൻ്റെ കൂടെ മുളകും ഉപ്പും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴങ്കഞ്ഞിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4-5 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക.
അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് പഴങ്കഞ്ഞിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ തലേന്നത്തെ ചോറാണ് കേട്ടോ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. നമ്മൾ തലേന്നത്തെ ചോറ് വെള്ളമൊഴിച്ച് വെച്ചിട്ട് രാവിലെയാണ് സാധാരണ ഈ ഒരു പഴങ്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇതുപോലെ ഈ പഴങ്കഞ്ഞിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചതച്ചെടുത്ത ഈ ഒരു സവാളയും ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ചതച്ചെടുത്തില്ലേ അതും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ തൈര്, നല്ല കട്ട തൈരാണ് കേട്ടോ, 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു പഴങ്കഞ്ഞി. അപ്പോൾ ഇത് ചില്ലറ സംഭവമൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഈ ഒരു തൈരും അതിൻ്റെ കൂടെ നമ്മൾ ചതച്ചെടുത്ത സംഭവവും പിന്നെ കോമ്പിനേഷനായിട്ട് ചട്നി, പിന്നെ മാങ്ങ ഉപ്പുവെള്ളം, പിന്നെ കുറച്ച് പിക്കിളുണ്ടെങ്കിൽ അതൊക്കെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു പഴങ്കഞ്ഞി. പിന്നെ നമ്മൾ പുതിയ മൺചട്ടി ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് മയപ്പെടുത്തിയെടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനുടൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ, കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്